ഇസ്രായേലിനെ കൂട്ടാക്കലുമില്ല. എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേലിന്റെ വഴികൾ നടക്കുകയും ചെയ്തവர்கள் കൊള്ളാമായിരുന്നു. എന്റെ ശക്തിയും എന്റെ ബുദ്ധിയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുദാതനായി സമർപ്പവും സമർപ്പണം ചെയ്തിടുന്നു പോലെ ഞാൻ അങ്ങനെയൊക്കെയാ. പലപ്പോഴും നിന്റെ കാര്യം ഓർക്കുകയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരവേറ്റുന്ന സമീപമായിരിക്കുകയാണ്. അതിൻ്റെ ലക്ഷണങ്ങളാണ് ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വിപ്ലവങ്ങളും. അതുകൊണ്ട് അമേരിക്കയിലുള്ള നിങ്ങളും കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും മുടങ്ങാതെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം. അതാണ് ആവശ്യം. അമേരിക്കയിലെ പരിഷ്കാരങ്ങളോ സംസ്കാരങ്ങളോ മാത്രം ആശ്രയിക്കാതെ വേദപുസ്തകപ്രകാരമുള്ള നവീകരണവും ദൈവവചന പ്രകാരമുള്ള ഒരു ജീവിത രീതിയും പിന്തുടരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. കാണുകയും ധൈര്യപ്പെടുകയും നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുകയും. നമ്മുടെ കർത്താവായ യേശു വേഗം വരുന്നു. ഹല്ലേലൂയ. അവർക്ക് നിർമ്മാണമാണ് നമ്മുടെ ജീവിതത്തിന്റെ ചുമ്മാ ഇരിക്കുന്നതാണ്. ഇതേ ഉള്ളൂ നമുക്ക് ചുമ്മാ ഇരിക്കുന്നതേ ഉള്ളൂ നമുക്ക് രാജ്യവാസം. സ്നേഹത്തിന്റെ കൊടിക്കീഴിൽ പറഞ്ഞിരിപ്പാൻ ഞങ്ങൾക്ക് ഓരോ സഹായിക്കും. സഹായമൊക്കെ ഞങ്ങളുടെ പാട്ട്, ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങളുടെ സാക്ഷ്യം, ഞങ്ങളുടെ പ്രവാദനങ്ങളൊക്കെയും സൗലഭ്യമായി മറക്കുവാൻ സഹായിക്കാൻ നമ്മൾ ക്ഷീണിച്ച് വെല്ലുവിളിച്ച് കെട്ടിലേക്ക് നിൽക്കുമ്പോൾ ഒരു കർത്താവിന്റെ ആദ്യം വന്ന് ഒന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന് തന്നു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിൽ വേദപ്പെട്ടു. എന്റെ ക്ഷീണം തീർന്നുപോയി. ഈ ലോകത്തിലെ ജീവിതം പലപ്പോഴും പരാജയം, ശരീരക്ലേശം, മനപ്രയാസമുള്ള ഒരു ലോകത്തിലാണ് നാം പാർക്കുന്നത്. അങ്ങനെ പാർക്കുന്നത് ദൈവത്തോടെ അടുത്തിരിക്കുന്ന എനിക്ക് നല്ലത് ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിച്ച് ഈ പരവാസകാലം കഴിക്കണം എന്നുള്ളതാണ് എന്റെ പ്രത്യാശ. ഇവന്റെ പേരൊക്കെ എന്റെ എടുക്കുന്നോ? എന്തുകൊണ്ട് വിശേഷം? അവിടെ വിശേഷം പറഞ്ഞേക്കൊണ്ടൊന്നുമില്ല. സുഖമായിരിക്കും. അവർ കല്യാണം ഇതിൽ പോവുകയാണ്. ഇവിടെ പാമ്പുമൂലിക്കലെ ഈശോ ചേട്ടന്റെ മകൻ കല്യാണം കഴിക്കുന്നു. അവിടെ പോവുകയാണ്. എന്നാലേ ഇതിനേക്കാളൊരു വലിയ കല്യാണമുണ്ട്. എവിടെ വെച്ചാ? മധ്യാകാശ മണിയറിയ സ്വർഗീയ ഏരിയ പരിശുദ്ധാത്മാവ്. വിശ്വാസം കാത്തു നിൽക്കുന്നവർ ലഭിക്കും. കരുണയൻ കാലങ്ങൾ മാറിയിടുമേ, ഭയങ്കര ന്യായവിധിയിൽ നാളുകളും അണഞ്ഞിടുവേ. തീജ്വാല പോലുള്ള കണ്ണുകളും ഇടിനാഥം പോലുള്ള ശബ്ദമോടും ക്രിസ്തു ന്യായസ്ഥലത്തിങ്കൽ ഇരുന്നിട്ട് ജീവന്റെ പുസ്തകം തുറക്കുന്ന നാൾ വരുന്നു. അറിയാതിൽ ചെയ്തതു തെളിഞ്ഞിടുമേ, കളവായ റിക്കാർഡു വിധി നാൾ കൊണ്ടുവരണം. പലവിധ കണക്കുകൾ കണ്ണറിക്കാതുകൾ ചമഞ്ഞതാ മാന്യന്മാരെയോ അവർ മാറത്തടിച്ചും കൊണ്ടും അലറി കരഞ്ഞങ്ങ് വന്നേ മതിയാകോ. അവിടെ ആയാലും കൂടി ആരും ഒരു ദിവസമുണ്ട്.
വന്നത് ഞങ്ങൾ എല്ലാവരും അത് പ്രാർത്ഥിപ്പാൻ എല്ലാവരും സഹായിക്കും എല്ലാവരും അനുഗ്രഹിച്ചാണ് അതെ സഹായിച്ച് വിലപ്പെടുത്തി വലുതായിട്ടാണ് അതെ കർത്താവിന്റെ മക്കള് അവിടുത്തെ മതത്തോട് കൊണ്ടിരിക്കുന്ന വഴി സ്വാതന്ത്ര്യ പരിപാലനായി സ്വാതന്ത്ര്യം അത് നിന്റെ നാമവാഴ്ത്തത്തിലായിരിക്കാൻ അയോഗ്യമായി കൈകാര്യം ചെയ്യുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപകളൊന്ന് പ്രാർത്ഥിക്കും അങ്ങനെ എല്ലാവരെയും അനുഗ്രഹിക്കുക കാര്യം വരുവാൻ വേണ്ടി ഒരിക്കൽ കൃപയെ പൊതിഞ്ഞു വേണമെന്ന് ഇഷ്ടപുത്രനാവിന്റെ മഹത്വമുള്ള നാമത്തിൽ ജനീയമായി കേട്ടിക്കൊള്ളുന്ന കേൾക്കുമാറാകട്ടെ സകല ബുദ്ധിയേറിയില്ല ദൈവത്തിന്റെ ജീവസമാധാനം മഹത്വമുള്ള കർത്താവിന്റെ ആകാശമേഘത്തിലെ രണ്ടാമത്തെ എഴുന്നള്ളത്തോടെ ഞങ്ങളുടെ തിരുവരുവിൽ സമാധാനത്തോടെ കാക്കപ്പെടുമാറാകട്ടെ